കരിപ്പൂരിൽ തുടർച്ചയായ രണ്ടാം ദിവസവും വൻ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ട. കരിപ്പൂർ വിമാനത്താവളത്തിൽ 34 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി. കഞ്ചാവ് കടത്തിയ 3 സ്ത്രീകളെ കസ്റ്റംസാണ് പിടികൂടിയത്. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങളുമായി. ജംഷീർ, എന്താണ് വിശദാംശം? നിഷാദ്, ഇന്നലെ രാത്രി കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയ എയർ ഏഷ്യ വിമാനത്തിൽ വന്ന 3 സ്ത്രീകളിൽ നിന്നായാണ് ഇത്തരത്തിൽ 34 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് വീണ്ടും കരിപ്പൂർ വിമാനത്താവളത്തിൽ കസ്റ്റംസ് പിടികൂടിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്നലെ 19 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് പോലീസ്, അതായത് വിമാനത്താവളത്തിന് പുറത്തുനിന്ന് പോലീസ് പിടികൂടിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഈ ഹൈബ്രിഡ് കഞ്ചാവ് കരിപ്പൂർ വിമാനത്താവളം വഴി ധാരാളമായി വരുന്നു എന്നതിന്റെ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വ്യാപകമായിട്ടുള്ള പരിശോധനകൾ ഈ യാത്രക്കാരുടെ ഭാഗം ഉൾപ്പെടെ പരിശോധനകൾ നടത്തിയിരുന്നത്. ഈ പരിശോധനയിലാണ് ഇപ്പോൾ വീണ്ടും ഹൈബ്രിഡ് കഞ്ചാവ് 34 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത് എന്നുള്ളതാണ്. 3 സ്ത്രീകൾ, ഇതിൽ ഒരാൾ തമിഴ്നാട് സ്വദേശിയും ബാക്കിയുള്ളവർ മലയാളിയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതാണ്ട് അതിന്റെ വില ഏതാണ്ട് 20 കോടിക്കടുത്ത് വില വരുമെന്നാണ് നമ്മൾ കരുതുന്നത്. അതിന്റെ കണക്കെടുപ്പ് മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവർ കോലാലംപൂരിൽ നിന്നാണ് ഇത് കൊണ്ടുവന്നതെന്നാണ് കണക്കാക്കുന്നത്. ഇത് ആർക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നതെന്ന അടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം 19 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട് കണ്ണൂർ സ്വദേശികളായ 2 പേർ പിടിയിലായിരുന്നു. ഇവരുമായും കണക്റ്റഡ് ആണോ ഈ സ്ത്രീകൾ എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ടെന്നാണ് കസ്റ്റംസ് നിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും 3 സ്ത്രീകളാണ് ഇപ്പോൾ ഹൈബ്രിഡ് കഞ്ചാവുമായി കരിപ്പൂരിൽ പിടിയിലായിരിക്കുന്നത്. നിഷാദ്.